പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അസാറിയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങയുടെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കള് ഈ സമയത്ത് കർത്താവെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പത്തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയറെവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ഓൺലൈനിലെ ആൾക്കാർ ഒത്തിരി സാധനം മേടിക്കും. ഞാനും കുറേ മേടിക്കുന്നുണ്ട്. ഞാൻ മേടിക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ വിത്തുകളൊക്കെ ഞാൻ മേടിക്കണത്. ഇപ്പം കുറേ ചെടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്ത നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത ചെടികൾ കാണുമ്പോൾ അത് അതിൻ്റെ കുരുക്ക്, അതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കും ഓൺലൈനിൽ. ഈ ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ബനിയൻ, ഷൂസ്, അതെല്ലാം സാധനം ഓൺലൈനിൽ മേടിക്കത്തുള്ളവർ. അപ്പോൾ അതിന് അവർക്ക് ഇത് നല്ല മരിങ്ങാണ്. അവർ ഓഫറുള്ള സമയം അറിയാം. അവർ ചില ആൾക്കാർ രാത്രി 12 മണിക്കൊക്കെ ഓഫർ അനൗൺസ് ചെയ്യും. തിരുവോണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു ദിവസം ഇന്ന് രാത്രി 1 മണിക്കൂർ ഓഫറുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉറക്കം നിന്നിട്ട് ചിലപ്പോൾ 900 രൂപയുടെ ഷർട്ട് ചിലപ്പോൾ അവർ 90 രൂപക്ക് മേടിക്കും. ഓഫറാണത്. അപ്പോൾ നമുക്ക് സ്ഥാപനജൈവ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്തുമാത്രമാണ് ഓഫർ നോക്കണത്, വിജിലൻ്റായിട്ട് ഷാർപ്പോട് കൂടി. പക്ഷെ കർത്താവ് നമുക്ക് എന്തുമാത്രം ഓഫർ തന്നിട്ടുണ്ടെന്നറിയാവോ? ഈ ഈഗർനെസ് നമ്മൾ കർത്താവ് നൽകിയ ഓഫർ. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ ഓർക്കണില്ലേ? ഞാൻ നിൻ്റെ മുഖത്ത് അപ്പോൾ സങ്കീർത്തനം 32:8 എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉപദേശമല്ലേ വേണ്ടത്. ഈ ആൾക്കാരെല്ലാം തെറ്റിപ്പോണ അങ്ങോട്ട് നമുക്ക് നേരെ പോണതിന് പകരം നമ്മൾ വേറെ വഴിക്ക് പോയാൽ വല്ലയിടത്തും എത്തുക. ഉപദേശം പ്രധാനപ്പെട്ടതാണ്. നീ എന്നെ ഉപദേശിക്കണമെന്നൊക്കെ പറയണില്ല, മണ്ടത്തരമാണ്. ആൾക്കാർക്ക് ഏറ്റവും പ്രഷ്യസ് ഉപദേശമാണ് വേണ്ടത്. അപ്പം എന്താണ് കാര്യം? നീ നടക്കേണ്ട വഴിയാണ്. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് ഓഫറാണത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കർത്താവ് സൂചന തരും. അതിനകത്ത് ആദ്യം പറഞ്ഞ് ഞങ്ങൾ കൈ നീട്ടി ചെല്ലരുത്. കർത്താവിന് തോന്നണം നിനക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആളാണെന്ന്. പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, പക്ഷേ എല്ലാം ലളിതമല്ലെന്ന്. എന്താ കാര്യം? നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നമ്മളാ പ്രോസസ്സിലൂടെ പോകണം. ഇപ്പം ഈശ്വരനെ തന്നെ ആ പ്രോസസ്സിലൂടെയല്ല കൊണ്ടുപോയത്. അരുഹുവിലൊക്കെ വിട്ട് പരീക്ഷിച്ചൊക്കെ എടുത്തിട്ടാണ് പ്രോസസ്സിലൂടെയാണ് വരത്തുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുറേ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളുണ്ടാക്കണമല്ല, കുറച്ച് ദൈവം തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ വിശ്വസ്തതയാണ്. ഇപ്പം എൻ്റെ നിർമ്മലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഈസിയാണ്, എല്ലാം ഈസിയാണ്. ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മനുഷ്യന്മാരെപ്പോലെ തന്നെ നമ്മൾ കാറുകയും കൂവുകയും ചെയ്തെടുക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇല്ലേ, കടലോരത്തെ ആൾക്കാരൊക്കെ, കടലോരത്ത് ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരൊക്കെ മരിപ്പൊക്കെ വരികയാണെങ്കിൽ അവർ ഞങ്ങളുടെ ആൾക്കാർ സ്വരത്ത് നിലവിളിക്കും. നിലവിളിക്കല്ലേ? നിലവിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുള്ളതായിട്ട് ആൾക്കാർ തോന്നും. അപ്പോൾ അവൻ നിലവിളിക്കേണ്ടതാണെന്നുള്ള ആ ഇമോഷണൽ സെറ്റപ്പിൽ. പക്ഷേ വേറെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മരിപ്പ് എത്ര ഇൻറ്റിമസി ഉള്ളവർ നിലവിളിക്കാൻ നമ്മൾ കാണത്തില്ല. അതെന്താ സംഭവം?
ദുഃഖമില്ലാഞ്ഞിട്ടാണ് അവർക്ക്. കഠോരമായ ദുഃഖം ഉണ്ടാകും ചിലപ്പോൾ. പക്ഷെ അവർ നിലവിളിച്ച് അങ്ങനെ ശീലിച്ചിട്ടില്ല. നിലവിളി ആരും പ്രതീക്ഷിക്കണില്ല. സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അവരുടെ ആ സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇങ്ങനെ നിൽക്കുക, ഞങ്ങളടിച്ചൊക്കെ നിൽക്കുകയുള്ളൂ. അങ്ങനെ കാർക്കുപി നിലവിളിക്കത്തില്ല. ചില സ്ഥലങ്ങളിൽ നിലവിളി പ്രതീക്ഷിക്കുന്നുണ്ട് സമൂഹം. അപ്പോൾ അവർ ലാവിഷായിട്ട് നിലവിളിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആരെ ആക്ഷേപം സംസാരിക്കുകയല്ല. ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരെയും വിഷയത്തിൽ വരുന്നത്. ഇത് തന്നെ ആധ്യാത്മികതയിലും അതുപോലെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ഡീലിങ്സിലെ പലപ്പോഴും ചില ആൾക്കാർ, ഞാനെപ്പോഴും ഈ പരിശുദ്ധ അമ്മേനെയാണ് അമ്മ എന്ത് ചെയ്യുന്നതെന്ന് നോക്കത്തുള്ളൂ. അമ്മയുടെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അമ്മ ഇങ്ങനെ, അമ്മയും ഈശോയും ഒരേ ടൈപ്പാണ്. എന്താ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നു. രോമം കത്തിക്കുന്ന ശാന്തനായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ആ മൂകനായിരുന്നൊക്കെ പറയുമ്പോൾ വിഷയത്തിൽ ഒരു ഇമോഷണൽ ലെവല് കൺട്രോൾഡാണ് ശരിക്കും പറഞ്ഞത്. ചില സ്ഥലത്ത് ഇമോഷണൽ ലെവല് അത്ര കൺട്രോൾഡല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് സർക്കംസ്റ്റൻസ് അനുസരിച്ചാണ്. ഇപ്പം മാതാവാണെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന സമയത്തായാലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയാതെ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ സൈലൻസർ വെച്ച് കളയും. ഇപ്പം ചില വണ്ടിയില്ലേ, ചില പോലീസ് വണ്ടിക്കൊക്കെ ഭയങ്കര സ്വരം, പക്ഷെ അത് വന്നെ അറിയത്തില്ല. അതേസമയം തന്നെ ചില പിള്ളേർ സൈലൻസറെ ബേഡ് കുത്തി കയറ്റി ഭയങ്കര സ്വരം ഇട്ടിട്ട് പോകണ കാണാം. അപ്പം അത് വെച്ചാൽ അത് അവരുടെ ഒരു രീതിയാണത്, ഓരോരുത്തരുടെ രീതിയാണത് അത് വരണത്. ഞാനെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ട് ചില വിഷയത്തിൽ. ഇമോഷണൽ മച്യൂരിറ്റി, ആ ഇമോഷണൽ മച്യൂരിറ്റി ഇപ്പം ചില ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിയുമ്പോൾ റാഷായിട്ടൊക്കെ ഇടപെടത്തില്ലേ. അപ്പം അത് ജില്ലയ്ക്ക് മലയാളത്തിൽ തന്നെ ജില്ലകൾ തോറും ഇമോഷണൽ മച്യൂരിറ്റിയുടെ വ്യത്യാസം, ഒരു ഇക്യു എന്നൊക്കെ പറയുന്ന ഇമോഷണൽ കോൺഷ്യസ് ഒക്കെ വ്യത്യാസമുണ്ട് ഭയങ്കര. ചില സ്ഥലങ്ങളിൽ വളരെ ശാന്തമായിട്ട് സംസാരിക്കത്തുള്ളൂ. ചില ആൾക്കാർ നിസ്സാര കാര്യം പോലും അലറിക്കൂവിയെ സംസാരിക്കത്തുള്ളൂ. ഓരോരുത്തരുടെ രീതികളാണ്. അപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പലപ്പോഴും അലറിക്കൂവി നിലവിളിച്ചിട്ട് എന്നെക്കാളുപരി ശാന്തത കീപ്പ് ചെയ്യുന്നതാണ് നൊബിലിറ്റി എന്ന് പറയണത്. ശാന്തത കീപ്പ് ചെയ്യുന്ന നൊബിലിറ്റി എന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്മിസീവ് മൈൻഡ്, ദൈവഹിതത്തിൽ നമ്മൾ ശാന്തമായി സബ്മിസീവായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവർ നിന്നെ അറിയാത്തവരൊക്കെ അങ്ങനെ അവർക്കൊക്കെ വലിയ മെച്ചമാണ് ഇട്ടാണ് ജീവിക്കണത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യണത്? ഇത് ഞാനിവിടെ ദൈവത്തിനും വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ. അറിവുകേട് കൊണ്ട് പറഞ്ഞാലും ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ക്ഷമ മേടിക്കണത്? മനസ്സിലായില്ലേ? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി ക്ഷമ മേടിക്കണത്? അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലല്ല. ഇപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതിരിക്കണമല്ല പ്രശ്നം, ദൈവത്തെ പല കാര്യങ്ങൾക്കും അവിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം. ഓ, ദൈവം അങ്ങനെ ചെയ്തില്ലേ നമ്മൾ വെള്ളം കുടിക്കുമല്ല. അതാ ആൾക്കാർക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വാസത്തിലെടുക്കത്തില്ല. ദൈവത്തെ എടുക്കുമ്പോൾ വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ പൗലോസ് പറഞ്ഞിട്ടില്ലേ, സ്നേഹമെല്ലാം വിശ്വസിക്കണമെന്ന്. അപ്പം നീ ദൈവത്തെ അവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീ വേണ്ട വിധത്തിൽ മാനിക്കണില്ല എന്നുള്ള രീതി വരും. അപ്പം അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടായാലും ദൈവമായിട്ട് വേണം അതിനെ ടാലിയാക്കാൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു റിലേഷൻ്റെ ബേസിൽ നമ്മൾ വിലയിരുത്തണില്ല. അത് നമ്മുടെ വിഷയത്തിലാണ് വിലയിരുത്തുന്നത്.
പക്ഷെ പലപ്പോഴും നമ്മൾ ബ്രാൻഡഡ് ഡൗണായി മാറും ഇത് വരുന്നത്. ഇൻറ്റിമസിക്ക് പ്രാധാന്യം കൊടുക്കണം. ഓരോ വിഷയവും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതം ജീവിക്കുമ്പോൾ ടൈറ്റ് ഇൻറ്റിമസിയിലേക്കാണ് വരണത്. അതാണ് ഈശോ പറയണത്, എനിക്ക് നിങ്ങളെ അറിയാമെന്നൊക്കെ പറയത്തില്ലേ, മോസസിനോടൊക്കെ പറയുന്നില്ലേ, അത് ഭയങ്കര വാക്കാണേ. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് സംഭവം. ഇതൊരു സർട്ടിഫിക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അത് ഒറ്റ അറിവ് കൊണ്ട് വന്നതല്ല, കോഴ്സ് ഓഫ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെൻറ്റിൽ നിന്നാണ് വരുന്നത്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയണത്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നല്ലേ, ഓരോ വിഷയത്തിലൂടെ വിലയിരുത്തൽ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിരുസന്നിധി വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറുന്നത്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ 10-30 വയസ്സ് കഴിഞ്ഞാലൊക്കെ ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക് വരണം. നിങ്ങൾ ഒരു 30 വയസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിൽ പക്വതയുള്ള പൗരനായിട്ട് വരണത് 30 വയസ്സാണ്. അതിനുള്ളിൽ നീ ഇതേ ലെവലിൽ വരാൻ നോക്കണം. കർത്താവ് പരസ്യജീവിതം തുടങ്ങുന്നതും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയൊക്കെ 30 വയസ്സിലല്ലേ. 30 വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഈ ഇൻറ്റിമസിയുടെ ടൈമാണത്. അപ്പം അതൊന്ന് എല്ലാ കാര്യവും ഇൻറ്റിമസി വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അതിനുവേണ്ടി അതിൽ വളരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ സമയങ്ങളിലെല്ലാം ചേച്ചി എനിക്ക് വേണ്ടിയും ഇവിടെ ഉടമ്പടി പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. സർജറിയുടെ സമയത്ത് എനിക്കറിയില്ല എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യം ലഭിച്ചിരുന്നു. ചേട്ടൻ നേഴ്സാണ്, അപ്പോൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ധൈര്യം തന്നെ ആ സമയത്ത് ലഭിച്ചിരുന്നു. എന്നാലും സർജറി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം എന്തായാലും അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അതായത് സാധാരണ സിസേറിയൻ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ അനസ്തേഷ്യ തന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്തു. അതിനുമുമ്പ് ബീറ്റാസിയുടെ അളവ് നോക്കിയപ്പോൾ വീണ്ടും എനിക്ക് ബോഡിയിൽ കൂടുന്നുണ്ടായിരുന്നു. അതായത് വീണ്ടും എൻ്റെ ബോഡിയിൽ പ്രഗ്നൻസിയുടെ ഇതാണ് കാണിച്ചിട്ടിരുന്നത് സർജറി കഴിഞ്ഞ ശേഷവും. അപ്പോൾ ഡോക്ടേഴ്സിന് എല്ലാവർക്കും കൺഫ്യൂഷൻ, ഇതെന്താ ഇത് ഇങ്ങനെ എന്നുള്ള രീതിയിൽ. അപ്പോൾ വീണ്ടും ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞ് യൂട്രസിലായി എന്ന് അറിയാൻ കഴിഞ്ഞത്. എന്ത് അത്ഭുതമാണെന്ന് ആർക്കും അറിയില്ല. അതായത് മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സർജറി ചെയ്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞ് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിനുള്ളിലായി എന്നറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്കൊരു വെല്ലുവിളി വന്നു. അതായത് സർജറി കഴിഞ്ഞു, അനസ്തീഷ്യ തന്നു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ചേട്ടന് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള രീതിയിൽ. ആ സമയങ്ങളിലെല്ലാം തന്നെ എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉപ്പ് വിശ്വാസപ്രമാണം പറഞ്ഞ് ഞാൻ കഴിക്കുമായിരുന്നു. തൈലം വയറ്റിൽ പൂശുമായിരുന്നു. ചേച്ചി ഇവിടെ ആ സമയത്ത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓൺലൈനായിട്ടുള്ള പ്രാർത്ഥനകളിലെല്ലാം എനിക്ക് സ്ഥിരമായി അത് ചേച്ചി ഇവിടെ മെസ്സേജ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ സ്കാനിങ്ങിൻ്റെ സമയത്തും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തായിരിക്കും സംഭവിക്കുന്നത്, 3-ാം മാസത്തെ സ്കാനിങ് 5-ാം മാസത്തെ സ്കാനിങ്ങിലൊക്കെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. പുറമേ സന്തോഷമാണെങ്കിലും ഉള്ളിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ്ങിലും ഒരു പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ സർജറിയുടെ ബുദ്ധിമുട്ടുകളല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ന് 6-ാം മാസത്തിൽ കോവിഡ് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ കോവിഡ് വന്നു.
ആ സമയത്ത് പോലും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതാണ് ദൈവം കാത്തുകൊണ്ടു. അതായത് ഈ കൃപാസനത്തിലെ ഉപ്പ് ആ സമയത്തും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കം കൂടാതെ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് കഴിക്കുമായിരുന്നു. അങ്ങനെ 7-ാം മാസം കഴിഞ്ഞു. അപ്പോഴത്തെ സ്കാനിങ്ങിലും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ശരിക്കും അപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം വന്നത്, എന്തായാലും ഞങ്ങൾക്കിനി കുഞ്ഞിന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ കുഞ്ഞിനെ എനിക്ക് 9 മാസത്തോളം, അതായത് 37 ആഴ്ചയോളം ഉദരത്തിൽ വഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. വീണ്ടും ആ സമയങ്ങളിൽ ലാസ്റ്റ് സമയത്ത് എനിക്ക് ഷുഗറും പ്രഷറും തൈറോയിഡും എല്ലാം കൂടി. അപ്പോൾ വീണ്ടും സിസേറിയൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ നല്ലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മ അതിന് അനുവദിച്ചില്ല. എനിക്ക് സുഖപ്രസവത്തിൽ കൂടെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. ഇന്ന് നല്ല മിടുക്കിയായിട്ട് അമ്മയോട് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇത്രയധികം വലിയ കൃപാനം ചെയ്ത ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷെ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ ഓരോ ഓൺലൈൻ പ്രേയറിലും എനിക്ക് വേണ്ടി പ്രാർത്ഥന സഹാപേക്ഷിക്കുമായിരുന്നു. ഞാൻ ഡെലിവറി ടൈമിൽ, ആ ടൈമിലും അതുപോലെ സർജറി സമയത്തും എല്ലാം എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി ഇപ്പോഴും പറയും, ഞാനിവിടെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് തൊട്ടടുത്ത മിനിറ്റിലാണ് നീ പ്രസവിച്ചു എന്നൊരു വാർത്ത എനിക്കറിയാൻ കഴിഞ്ഞതെന്ന്. അങ്ങനെ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾക്ക് ആ അനുഗ്രഹം തന്ന ദൈവം തമ്പുരാനും ഉണ്ണീശോയ്ക്കും അനേകായിരം നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് അഷിത. ഞാൻ പുത്തഞ്ചിറയിലെ കൊമ്പത്തങ്കടവെന്ന് വരുന്നത്. എനിക്ക് 2ാമത്തെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നു. പക്ഷേ പ്രഗ്നൻസി സമയത്ത് എനിക്ക് എൻ്റെ പ്ലാസൻ്റ വളരെ താഴെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാവും, പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 5 മാസമായപ്പോൾ പ്ലാസൻ്റ സ്കാനിങ്ങിൽ താഴെയാണെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ റെസ്റ്റിലായിരുന്നു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇനി ബ്ലീഡിങ് വരികയാണെങ്കിൽ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴേക്കും വാവേനെ ഓപ്പറേഷൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വളരെയേറെ വിഷമമായിരുന്നു. എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എനിക്ക് എൻ്റെ മോളെ എനിക്ക് കിട്ടണം. അങ്ങനെ ഞാൻ വിചാരിച്ച് അതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അടുത്തുള്ള ചേച്ചി എനിക്ക് കൃപാസനത്തിലെ പത്രവും ഉപ്പും തേനും തന്നു. കൃപാസനത്തിൽ ഉപ്പും തേനും തന്നു. ഞാനത് എനിക്ക് ചേച്ചി കൃപാസനത്തിൽ തൈലം വയറ്റത്ത് കുരിശടയാളം വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് പ്ലാസൻ്റെ താഴെ ആയതുകൊണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടായിരുന്നു. ഞാനങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് എനിക്ക് മാതാവിനെ സ്വപ്നം കണ്ടു. അതിന് ശേഷം ഞാൻ ബാത്റൂമിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പിന്നീട് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റി. അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജൂലൈ 22-ാം തീയതി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഇവർ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ബ്ലീഡിങ് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു അത് മാതാവ് അനുഗ്രഹം അത് മാറ്റി തരുന്നതാണെന്ന് പറഞ്ഞു. അതിന് ശേഷം മോളുടെ ബർത്ത്ഡേയുടെ അന്ന്, മൂത്ത മോളുടെ ബർത്ത്ഡേയുടെ അന്ന് വീണ്ടും ബ്ലീഡിങ് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും, കണ്ടമാനം ബ്ലഡ് കയറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റിൽ എന്ന ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വെളുപ്പിന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ ഒരു ആഗസ്റ്റ് 21-ാം തീയതി എനിക്കപ്പോൾ 8 മാസം ആയിട്ടുണ്ടായിരുന്നു. 8 മാസം കഴിഞ്ഞു. ആഗസ്റ്റ് 28-ാം തീയതിക്ക് 9-ലേക്ക് കിടക്കുന്നുണ്ടാവുകയുള്ളൂ. അങ്ങനെ ആഗസ്റ്റ് 21-ാം തീയതി വാവേനെ ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തു. യാതൊരു കുഴപ്പവും കൂടാതെ പുറത്തെടുത്തു. ഇപ്പോൾ 3 മാസമായി വാവയ്ക്ക്. അത് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ ഒരു കൊച്ചിന് ഇങ്ങനെ പ്രഗ്നൻസി സമയത്ത് ഗർഭപാത്രം വികസിച്ച് വരികയായിരുന്നു.
അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറയായിരുന്നു, മാതാവിൻ്റെ പേപ്പർ വെച്ചിട്ട് വയറ്റത്ത് വെച്ച് എന്നും പ്രാർത്ഥിച്ചോളൂ എന്ന് പറയായിരുന്നു. അങ്ങനെ ആ കൊച്ചി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. ആ മോൾക്കും അത് സുഖപ്രസവത്തിലൂടെ ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മോളും മാറിയിരിക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ മോൾ എപ്പോഴും കരയായിരുന്നു, സ്കൂളിൽ പോകുമ്പോഴും എപ്പോൾ നോക്കിയാലും കരയായിരുന്നു. അങ്ങനെ ഞാൻ മോൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ തേൻ വായിലേക്ക് ഒഴിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടിരുന്നിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ കാലുമ്മ പ്രഗ്നൻ്റ് ആവുന്ന ഇങ്ങനെ ഉള്ള നീരിനേക്കാളും കൂടുതൽ നീര്, വളരെ നീര്, കാല് പൊക്കാൻ പറ്റില്ല, ആ മാതിരി നീരായിരുന്നു.